ന്യൂസ് ടിക്കോട് തുടരുകയാണ്. ഈ നൂറ്റാണ്ടിൽ കൊളംബിയ കണ്ട ഏറ്റവും ഭീകരമായ ഭൂകമ്പത്തിൽ വിറങ്ങലിച്ചു നിൽക്കുകയാണ് രാജ്യം. നോക്കി നിൽക്കെ പടുകൂറ്റൻ കെട്ടിടങ്ങൾ തകർന്നു വീഴുന്നു. ആർത്തു വിളിച്ചു ജനങ്ങൾ നിസ്സഹായരായി ഓടിമറയുന്നു. അങ്ങേയറ്റം ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് കൊളംബിയയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് കൊളംബിയയിൽ സംഭവിച്ചത്? എത്ര വലിയ നാശനഷ്ടങ്ങൾ, അത് ആൾനാശമടക്കമുള്ള എത്ര വലിയ നാശനഷ്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്? എന്താണ് ഈ മൊമെന്റിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതിൻ്റെ പൂർണ്ണമായ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. യെസ്, ഭൂമി വിറച്ചു, വിറങ്ങലിച്ചു കൊളംബിയ. അവരുടെ ഒരുപക്ഷെ കഴിഞ്ഞ പതിറ്റാണ്ടുകളിലെ ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ഭൂമികുലുക്കമാണ്. സ്വാഭാവികമായും ഭൂമികുലുക്കം എന്ന് പറയുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നേരത്ത് അപ്രതീക്ഷിതമായി വന്നു ഭവിക്കുന്ന മഹാദുരന്തമാണ്. അതിൽ ഒന്നും ചെയ്യാനാകാതെ നിസ്സഹായമായ ആ ദുരന്തത്തിന് മുന്നിൽ പകച്ചു നിൽക്കുന്ന രാജ്യത്തെയാണ് നമ്മൾ കാണുന്നത്. യെസ്, മരണം 225, പരിക്ക് അസംഖ്യം 225+ ആണ്. എന്ന് വെച്ചാൽ ആ രാജ്യത്തെ പെരേര, കാലി, കിബ്ദോ ഈ മേഖലകളിലാണ് വലിയ തോതിൽ ഭൂകമ്പം വിനാശം വിതച്ചത്. ആ മേഖലകളിലാണ് കൂടുതൽ മരണങ്ങൾ ഉണ്ടായത്. 225 പേർ മരിച്ചു എന്ന് ഇപ്പോൾ പുറത്തുവിടുന്ന കണക്കുകൾ മാത്രമാണ്. തകർന്ന് വീണ് കിടക്കുന്ന കെട്ടിടങ്ങൾക്കടിയിൽ ഇപ്പോഴും ആളുകളുണ്ടോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. രക്ഷാപ്രവർത്തനം തുടരുന്നതേയുള്ളൂ. ദിവസങ്ങളെടുക്കും രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ. കാര്യം ഈ കെട്ടിടാവശിഷ്ടങ്ങളൊക്കെ മാറ്റിയിട്ട് വേണം ആളുകൾക്ക് വേണ്ടി അന്വേഷണങ്ങൾ നടത്താൻ. അപ്പോൾ ഇതൊരു 500-ന് മുകളിൽ പോയേക്കാം എന്നൊക്കെ ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. യെസ്, ഇനി ഏതൊക്കെയാണ് ബാധിത മേഖലകൾ, പ്രഭവ കേന്ദ്രം ഏതാണെന്ന് നമ്മൾ വിശദീകരിക്കുന്നത്. കൊളംബിയയിൽ ഉടനീളവും അയൽ രാജ്യങ്ങളായ ഇക്വഡോർ, പനാമ, വെനസ്വേല എന്നിവിടങ്ങളിലും ശക്തമായ പ്രകമ്പനം അനുഭവപ്പെട്ടു. എന്നാലും പടിഞ്ഞാറൻ കൊളംബിയയിലെ പ്രധാന നഗരങ്ങളായ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലി, പെരേര, കിബ്ദോ, മനിസലാസ് എന്നിവിടങ്ങളിലാണ് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായത്. ഇനി പ്രഭവ കേന്ദ്രത്തിന്റെ കാര്യത്തിലേക്ക് വന്നാൽ പടിഞ്ഞാറൻ കൊളംബിയയിലെ ചോക്കോ പ്രവിശ്യയിലുള്ള സാൻ ഹോസെ ഡെൽ പാൽമാർ മേഖലയാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. ഭൂനിരപ്പിൽ നിന്നും ഏകദേശം 107 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂചലനം അനുഭവപ്പെട്ടതെന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേയും കൊളംബിയൻ അധികൃതരും വ്യക്തമാക്കുന്നത്. യെസ്, ഇനി നാശനഷ്ടങ്ങൾ, ആൾനാശത്തിനപ്പുറത്തേക്കുള്ള നാശനഷ്ടങ്ങൾ. നിരവധി ബഹുനില കെട്ടിടങ്ങളും വീടുകളും പൂർണ്ണമായും നിലംപൊത്തി. 1600 കെട്ടിടങ്ങളാണ് തകർന്നു വീണത്. ജനങ്ങൾ നോക്കി നിൽക്കുകയാണ്. കെട്ടിടങ്ങൾ ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണ് നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. 1575 വീടുകൾ, 18 ആരോഗ്യ കേന്ദ്രങ്ങൾ, 52 സ്കൂളുകൾ, മനിസലാസിലെ ഒരു കത്തീഡ്രൽ ഗോപുരത്തിന് ഗുരുതരമായ കേടുപാടുകളും സംഭവിച്ചു. പെരേര ഉൾപ്പെടെയുള്ള 5ഓളം നഗരങ്ങളിലെ വിമാനത്താവളങ്ങളുടെ പ്രവർത്തനവും താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണ്. യെസ്, ഇനി അടിയന്തരാവസ്ഥയും രക്ഷാപ്രവർത്തനവും. കൊളംബിയൻ സർക്കാർ രാജ്യത്ത് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തകർന്നു വീണ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്താൻ സൈന്യത്തിന്റെയും റെഡ് ക്രോസിന്റെയും നേതൃത്വത്തിൽ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് പുരോഗമിക്കുന്നത്. ഇനിയും ശക്തമായ തുടർചലനങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് ജിയോളജി വകുപ്പ് രാജ്യത്തിന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇനി വളരെ വേഗത്തിൽ കൊളംബിയയുടെ ഭൂചലനം, അതിന്റെ ചരിത്രത്തിലേക്കൊന്ന് വേഗത്തിൽ പോവുകയാണ്. പസഫിക് റിംഗ് ഓഫ് ഫയർ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന കൊളംബിയയിൽ ടെക്ടോണിക് പ്ലേറ്റുകളുടെ ചലനം കാരണം പതിവായി ഭൂചലനങ്ങൾ ഉണ്ടാകാറുണ്ട്. 1906 റിക്ടർ സ്കെയിലിൽ 8.8 തീവ്രത രേഖപ്പെടുത്തിയ വലിയ ഭൂചലനം ഉണ്ടാകുന്നു. 1983 പൊപ്പയാൻ ഭൂചലനത്തിൽ 250 പേരാണ് മരിച്ചത്. 1999 അർമേനിയ ഭൂചലനത്തിൽ 1100-ലധികം പേർ മരണപ്പെട്ടു. 2023 ഭൂചലനം കൂടാതെ 2026 ഓഗസ്റ്റ് 10 ഇന്ന് ഉണ്ടായ ഭൂചലനത്തിൽ 7.4 തീവ്രതയുള്ള വൻ ഭൂചലനമാണ് ഉണ്ടായത്. അപ്പോൾ ആ രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ പലപ്പോഴും ഭൂചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നൂറ്റാണ്ടിൽ, പോയ പതിറ്റാണ്ടുകളിൽ ആ രാജ്യത്തെ ജനം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ ദുരന്തത്തിന് മുന്നിലാണ് ഇപ്പോൾ ആ രാജ്യം പകച്ചു നിൽക്കുന്നത്. എന്തായാലും മറ്റു രാജ്യങ്ങളുടെയൊക്കെ വലിയ സഹായ വാഗ്ദാനങ്ങളൊക്കെ കൊളംബിയക്കുണ്ട്. പക്ഷേ എത്ര പേർ മരിച്ചുവെന്ന് ഇപ്പോഴും തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഒരു പക്ഷേ ആഴ്ചകൾ കഴിഞ്ഞാലും തിട്ടപ്പെടുത്താൻ കഴിയില്ല. 1600ഓളം കെട്ടിടങ്ങൾ പൂർണ്ണമായും തകർന്ന് നിലം പറ്റി മണ്ണോട് ചേർന്ന് കിടക്കുകയാണ്. അതൊക്കെ നീക്കി നോക്കിയാൽ മാത്രമേ അതിനകത്ത് ആളുകളുണ്ടോ, എത്ര പേർ മരിച്ചു, എത്ര പേർക്ക് പരിക്ക് എന്നുള്ള കാര്യങ്ങളിൽ പൂർണ്ണമായ ഒരു വ്യക്തത വരും.